ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ വീഡിയോ അല്ല, ഇന്ന് ആക്ച്വലി നമ്മൾ ഒരു തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് പോകണം. ഇന്ന് ട്രാവൽ വ്ളോഗാണ്. തൂക്കുപാലം നമ്മളെ അടുത്ത് തന്നെ ചമ്മാപ്പള്ളി തൂക്കുപാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നല്ലൊരു ലൊക്കേഷനാണ്. അതെന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെയാണ്. പിന്നെ കപ്പിൾ ഷൂട്ടിൻ്റെ ഒക്കെ മെയിൻ ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് പോവാം. നമ്മൾ തൊട്ടടുത്ത് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. തൃപ്രയാറാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൃപ്രയാർ പാലം നമ്മ തൃപ്രയാറിന്ന് ഇങ്ങോട്ടാണ് വരണേ. തൃപ്രയാർ പുഴ അമ്പലം അമ്പലം കാണിച്ചത് അവിടുന്ന് ആശയം. ഇവിടുന്ന് ഈ പടിഞ്ഞാറേ നട കിഴക്കേ നടല് കിഴക്കേ നട കേട്ടോ. ഇവിടുന്ന് കട കാണാൻ പറ്റും. കിഴക്കേ നട ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാണിച്ചണം. ഇങ്ങോട്ട് പോയിട്ടാ കേട്ടോ. കിഴക്കേ നടാണ് ഈ കാണണ്ട ഗൈസ്. പ്രയാർ ടെമ്പിളിലെ കിഴക്കേ നട. അട് വണ്ടി ഇറക്കാൻ പറ്റില്ല. കാണുന്നുണ്ടോ? അത് കുഴപ്പമില്ല. ഇവിടെ ഫുള്ള് പാർക്കൊക്കെ ഉണ്ടോ. ഫുൾ സെറ്റപ്പ് ആണ് ഇവിടെ ഇരിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല വിഷ്വലൊക്കെ കിട്ടും. ഇവിടെ ഒരു പൊള്ളിയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഏരിയ ആണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ വഞ്ച കൂടുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് സരയൂ തീരം ചേച്ചി അവിടെ വലിയ പിന്നെ എന്തോ സെറ്റപ്പ്. വലിയ ആളെന്ന് വലിയ അങ്ങനെ ഒന്നും സെറ്റപ്പാ. കാണില്ലേ? ആവു കണ്ടോ. ഗൈസ് നമ്മ അവിടെ നിന്ന് തിരിച്ചുവിട്ടാ ഗൈസ്. അവിടെ നേരെ അധികം നിൽക്കാൻ പറ്റാത്ത കാരണം ഞാൻ തിരിച്ചു. തൃപ്രയാർ ടെമ്പിളിൻ്റെ കിഴക്കേ നട. നമുക്ക് ഇതിനായിട്ട് വേറെ ദിവസം വരാം ഇവിടെ ചെയ്യാനായിട്ട്. ഫോണിലേക്ക് കയറി എന്നുള്ള ഗൈസ്. കിഴക്കേ നടന്ന് അവിടുന്ന് വരാണെങ്കിൽ അതെ നോക്കിയാൽ മതി. കിഴക്കേ നട എത്രയും മുമ്പ് ഒരു റൈറ്റിക്ക് ഒരു വഴി ഉണ്ടാവും. ഈ വഴി ഞാൻ എളുപ്പത്തിനാണ് ഈ വഴി പോകണം കേട്ടോ. അതിലേം പോവാം. ഇവിടുന്ന് പോകുമ്പോൾ ലെഫ്റ്റേക്ക് ഒരു വഴി കേട്ടോ. ഇത് ആയിരിക്കും. ഇത് ഏ റൂട്ടാടാ. പെരിങ്ങോട്ടര പോണ റൂട്ടല്ലേ ഇത്? പെരിങ്ങോട്ടര പോണ റൂട്ടാണ്. പെരിങ്ങോട്ടര അറിയാലോ, ദേവ ഗ്രൂപ്പിൻ്റെ ഒക്കെ ആ സ്ഥലമാണ്. അവിടെ ആ പോണ റൂട്ടാണിത്. കാഞ്ഞാണി ആ ഭാഗമൊക്കെ. ഏത് ഇവിടെ? ഈ ഭാഗമല്ലേ വലിയേട്ടൻ ഷൂട്ട് ചെയ്ത ഒരു അമ്പലമാണ് ഇത്. ശിവന്റെ ഇത് വിഷ്ണുവിൻ്റെ അമ്പലം തോന്നുന്നുണ്ട്. വിഷ്ണുവിൻ്റെ അമ്പലം തോന്നുന്നുണ്ട്. ഇവിടെ വലിയേട്ടൻ ഷൂട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അറിയില്ല.
പോണത് തൃപ്രയാറത്തെ ഒരു തൂക്കുപാലുണ്ട്. കേൾക്കണോന്ന് അറിയില്ല. തൃപ്രയാറത്തെ ഒരു തൂക്കുപാലുണ്ട്. ആ തൂക്കുപാലത്തിന് അവിടുത്തെ പോണം. അപ്പോൾ അവിടെ പൊളിയാണ്. ഈവനിങ്ങിലും പോകുമ്പോഴും സൂപ്പറാണ്, മോർണിംഗിൽ പോകുമ്പോഴും വൈബാണ്. അത്യാവശ്യം നല്ല വലിയൊരു തൂക്കുപാലാണ്. കണ്ടിട്ടൊക്കെ ഉണ്ടാവും, ചില വ്ളോഗ്സൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ചെയ്തിട്ടുള്ളൂ തോന്നുന്നുണ്ട് ആൾക്കാർ. തൃപ്രയാർ തന്നെ ഉള്ള ഏറ്റവും നല്ലൊരു പൊളി സ്ഥലമാണ്. അപ്പോൾ തൃപ്രയാർ അമ്പലത്തേക്ക് വരുന്നവർ എന്തായാലും ഈ ഒരു തൂക്കുപാലത്തേക്ക് എന്തായാലും വന്നോളൂ. കാരണം നല്ലൊരു തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പൊളിയാണ് സംഭവം. നല്ല രസമാണ് കാണാനായിട്ട് അവിടെ. ഇവിടെ നിന്നൊരു 3 കൂടി ഒരു സെൻറ്റർ തോന്നുന്നു. സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റ് അടിക്കാം കേട്ടോ. ആ വഴി വരാണെങ്കിൽ സ്ട്രെയിറ്റ്. ഇവിടെ അടുത്ത് തന്നെയാണ്, എത്താറായി സംഭവം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോണ്ട്. അതന്നെ എല്ലാവർക്കും തന്നെ തോന്നുന്നുണ്ട്. വഴി തെറ്റിയാവോ നോക്കിയൊക്കെ പോയിട്ട് എന്തായാലും. അല്ലെങ്കിൽ അപ്പുറത്തെ റൂട്ട് എന്നാണോ? ഇതന്നെയാണ് ഗൈസ് സംഭവം തന്നെ. നമ്മ ചെമ്മാപ്പള്ളി തൃപ്രയാർ തൂക്കുപാലം ഷൂട്ടിങ്. എൻ്റെ മോയെ ആരുമില്ല എന്ന് പ്രതീക്ഷിച്ച് വന്നപ്പോൾ ഒരു ലോഡ് ആൾക്കാർ. ചാതിന്ന് ആരില്ല. അതെ ഗൈസ്, അപ്പോൾ നമ്മ ചെമ്മാപ്പള്ളി തൃപ്രയാർ പാലത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്ടാ നിൽക്കണേ. എടാ സൂര്യനൊക്കെ ഇറങ്ങി വന്നിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട്. ഇത് ഈ പാലം ഇവിടെ വന്നിട്ടൊരു 5-6 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നിക്കണത്. ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി എന്തായാലും ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നു, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട് ഇവിടെ സംഭവം. നമുക്ക് എന്തായാലും ഒന്ന് കയറി വെക്കാം, വ്യൂസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. ഇതാണ്ട് എഴുതിയിട്ടുണ്ട്, ഈ പാലം എന്താണ് ഇതാക്കി നോക്കി ഇതിന് മേലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ഇതേ ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തോടിയെങ്കിൽ എന്തിട്ട വ്യൂ. ഇപ്പുറ സൈഡിലൊരു തുരുത്ത് പോലെ ഒരു ഈ പോലെ കണ്ടോ കാണുന്നുണ്ടെങ്ക. പിന്നെ അവിടെ ഒരു മരൊക്കെ എന്തൊരു സീനറി ഫുള്ള് ഇതാണ്. ഇതുമ്പോ സോളാറാണ് കേട്ടോ അവിടുത്തെ ലൈറ്റ് വരണത്. ലൈറ്റ് വരണൊക്കെ സോളാറാണ്. ഫുള്ള് ഇരുമ്പാണ്. ഇത് കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അടിയത്തെ ഇതൊക്കെ മറ്റേ കോൺക്രീറ്റ് ആണ്. പിന്നെ ഫുള്ള് ഇരുമ്പ് ഇതായിട്ട് സെറ്റപ്പ് ആയിട്ടാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്. ഏകദേശം എത്രാണ്ട് 1.8 മീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. അത്രാണ്ട് ലെങ്ത് ഉണ്ട് ഇതിന്. അവിടെ കുറച്ച് പിള്ളേരൊക്കെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട്. അവിടെ ഉണ്ട് ഒരു വീടൊക്കെ. നല്ല കേരളീയ തനിമ വരുന്ന സ്ഥലമാട്ടത്. അതായത് ഫുള്ള് എന്തൊരു തെങ്ങും പിന്നെ പുഴയും പിന്നെ ഒരു പാലും സൺസെറ്റും പിന്നെ ഫുള്ള് ഒരു എന്താ പറയുക നല്ലൊരു ഇതാണ്, സെറ്റപ്പ് ഏരിയ ആണ്. ഇവിടെ വന്നിരിക്കാൻ പറയുമ്പോൾ നല്ലൊരു ഇതായിരിക്കും. നച്ചറ എന്ന് പറഞ്ഞ മീനാണ് കഴിച്ചത്. കരിമീൻ്റെ ഒക്കെ ഏകദേശം ഒരു ഇതില്ലേ. ചേട്ടാ ഇവിടെ ഉള്ളതാ? ഇവിടെ അടുത്തുള്ളതാണല്ലേ? എന്നും വരും ചൂണ്ടയിടാനായിട്ട്?
ഗൈസ് അവിടെ എന്തോ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. എന്താ ആൽബത്തിൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ തോന്നുന്നുണ്ട്. അവിടെ ചൂണ്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം. ഇവിടെ ഇതൊക്കെ പോയി കേട്ടാണ് ഗൈസ്. നോക്കി കണ്ട് പോയില്ലെങ്കിൽ കാലിൻ്റെ അടേ വിടും. കാലട വിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇറങ്ങിയില്ല. അവിടെ ഒരു ചെറിയൊരു വീടുണ്ട്, പഴയ മോഡലൊരു വീടുണ്ട്. അപ്പം അതൊന്ന് നൈസായിട്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും പ്രോപ്പർട്ടിയിട്ടും അങ്ങോട്ട് കയറിയിട്ട് വലിയ കലാപമൊന്നും അറിയില്ല. പോയേക്കാം, കൂട്ടിയിട്ട് കാലേ. അഡ്വഞ്ചർ ആവാൻ പോകുന്നു. ഇതിൻ്റെ അടയിൽ കൂടെ ഒരു വഴിയുണ്ട്, രണ്ട് കയറി അങ്ങോട്ട് പോയേക്കാം. എൻ്റെ മോനെ പിടിച്ചടാ, ഒന്നും മാറ്റിയത്. പെലാട്ടേക്കൊന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മോനെ ഇത് വല്ലോരെ ഒരു പഴയ മോഡലൊരു വീടാണ് ഗൈസ്, പഴയ മോഡൽ വീട്. അപ്പുറത്ത് എൻ്റെ കള്ള് ഷാപ്പും. എൻ്റെ മോനെ റിസോർട്ടാക്കാൻ പറ്റിയ സ്ഥലം പൊളി. കറക്റ്റ് റിസോർട്ടാക്കാൻ പറ്റിയ സ്ഥലമല്ലേ, റിസോർട്ടാക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ ഇത് പറ്റിയ സ്ഥലം. ഇത് പഴയൊരു ഇതൊരു പഴയ മനാണ് ഗൈസ്. ഇത് ഇനി റിവ്യൂ ചെയ്തോണ്ട് കഴിഞ്ഞാലോ ഓപ്പൺ ആവുമെന്ന് അറിയില്ല ഗൈസ്. അമ്മ അവിടുന്ന് വേഗം പോവാണ്. ഈ സ്ഥലം അത്യാവശ്യം നല്ലൊരു വൈബ് നല്ലതാണ്. ഇതാണ്ട പഴയ മോഡലൊരു വീട്, ചെറുതാക്കിയിട്ടൊന്ന് പുതുക്കിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും സെറ്റ് ഫുള്ള് തെങ്ങും തോപ്പും, മുമ്പിൽ തന്നെ പുഴയും, സൈഡിലൊരു പാലവും. എന്തിട്ടല്ലേ വൈബ് തന്നെ, നല്ല വൈബാണ്, കൊള്ളാം. പക്ഷെ നമ്മപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനി വില വാങ്ങണ്ട. നീ ഇനി ഫ്രഞ്ച് കൂടെ വഴി ഉണ്ടെങ്കിലും അങ്ങനെ ഇറങ്ങാനായിട്ട്. ഫ്രഞ്ചിയുടെ ഫുള്ള് തെങ്ങും തോക്കും. ഇവർ തെങ്ങൊക്കെ നോക്കണ ടീമുകളാട്ടാ. നമ്മളവിടെയൊക്കെ തെങ്ങുണ്ട് വെറുതെ. പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണം. സംഭവം കാണിച്ചിടാം. ചെമ്മാപ്പള്ളി കടവ് തൂക്കുപാലം ഉദ്ഘാടനം 31/5/2013 ഇതാക്കിയാണ്. ശ്രീ അടൂർ പ്രകാശാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കൊള്ളാം. പാലത്തിൻ്റെ അടിഭാഗം കൊള്ളാല്ലേ. സോളാർ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി അപ്പോൾ വൈബായിരിക്കും ഇവിടെ. എടാ വണ്ടി ഞാൻ എടുത്തില്ല. പുഴേ പാലത്തിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ആണ് കേട്ടോ. അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ബാക്കിയൊക്കെ കമ്പിയാണ്. മീനൊക്കെ ഉണ്ട് അവിടെ. ഏതാണ്ട് വേറെ വെറൈറ്റി മീനൊക്കെ അവർ പിടിക്കുന്നത്. എന്താ പോലെ അത് കഴിഞ്ഞ് നമുക്ക് ആ സ്ഥലത്ത് പോകുന്നുണ്ട്. തോണി കിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. പോവാം പോകണമെന്നുണ്ട്, പക്ഷെ നടക്കില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. നമുക്കും പോണം വഞ്ചിയിൽ. നമ്മളവിടെ ഉണ്ട് വഞ്ചി. നമ്മൾ വഞ്ചിയിലും നെക്സ്റ്റ് ടൈം വഞ്ചിയിൽ പടങ്ങാം. അപ്പോൾ അതേ നമ്മ പോവാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇതാണ്. അവിടുത്തെ വേറെ മീൻ പിടിച്ച് വേറെ ഒരു വഞ്ചിയും വരുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട്. നേരം വൈകി
നേരം വൈകുന്ന വെച്ചാൽ സൂര്യനൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരണമായിരിക്കും. ചെറിയ ലൈറ്റിങ് കുറവുണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഗോപ്രോയിലാണ്. ഗോപ്രോ പിന്നെ നൈറ്റ് വിഷൻ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ചെറിയൊരു ഗ്രെയിൻസൊക്കെ ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ. ശരി എന്നാൽ.